ടുഡേ സ്പെഷ്യൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ കഴിഞ്ഞ ഞങ്ങളുടെ മാസ്റ്റർ ബെഡ്റൂം ഓർഗനൈസേഷൻ വാർഡ്രോബ് ഓർഗനൈസേഷനിൽ കണ്ടപ്പോൾ കുറേ കമ്മലുണ്ട് എന്നൊക്കെ ഞാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ വിചാരിച്ചെന്നാൽ ഈ ഒരു വീഡിയോ ഇച്ചിരി ഡിഫറെൻ്റ് ആയിട്ടിരുന്നോട്ടെ. എപ്പോഴും ഈ റെസിപ്പിയും ക്ലീനിങ്ങും ഇതുപോലത്തെ വീഡിയോസ് തന്നെ ഇട്ട് എന്തായാലും എല്ലാവർക്കും ബോറടിക്കുമല്ലോ. അതുകൊണ്ട് ഇങ്ങനെ ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു വീഡിയോ ഇടാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതെന്താണെന്ന് ചോദിച്ചാൽ ഇത് തോർത്താണ്. അപ്പോൾ ഞാൻ എങ്ങനെ ഷൂട്ട് ചെയ്യുമെന്ന് എനിക്കറിയത്തില്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ എനിക്കിത് ഈ വീഡിയോ യൂസ്ഫുൾ ആയിരിക്കുമോ എന്ന് എനിക്ക് പറയാൻ പറ്റത്തില്ല, യൂസ്ഫുൾ ആയിരിക്കത്തില്ല. എന്നാലും ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. അപ്പോൾ കം ലെറ്റ്സ് ഗെറ്റ് ഇൻടു ദി വീഡിയോ. സ്റ്റഡ്സ് ഒക്കെ കാണിച്ചു തരാം. ഇങ്ങനത്തെ സ്റ്റഡ്സ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇത് ഒരു ഗോൾഡനും പിന്നെ ഓക്സിഡൈസ്ഡ് മെറ്റൽ ഉള്ളൊരു സ്റ്റഡാണ്. അപ്പോൾ ഇത് നല്ല സാരിയുടെ കൂടെ ഒക്കെ നല്ല രസമാണ് ഈ സ്റ്റഡ്. ഇതും ആ നേരത്തെ കാണിച്ച ആ സെയിം മോഡലാണ്, പക്ഷെ ചെറിയ ഡിസൈൻ ചേഞ്ചസും പിന്നെ നടുക്കൊരു സ്റ്റോൺ, കളേർഡ് സ്റ്റോൺ. ഇത് ഓരോ കളർ ഡ്രസ്സസിൻ്റെ കൂടെ ഇടാൻ നല്ല മാച്ചിങ് ആയിരിക്കും. ഡിസൈനർ സാരീസിൻ്റെ കൂടെയൊക്കെ നല്ലതാണ്. നല്ല ഈ ഫുള്ള് ഇങ്ങനെ കുഞ്ഞു കുഞ്ഞ് ബ്ലാക്ക് സ്റ്റോൺസ് ഉള്ളൊരു ഇയറിങ്, മറൂൺ സ്റ്റോണും പിന്നെ ചുറ്റിലും റെക്റ്റാങ്കിൾ വൈറ്റ് സ്റ്റോൺസ് ഉള്ളൊരു ഇയറിങ് ആണ്, സ്റ്റഡാണ്. ഇത് ഞാൻ എൻ്റെ സിസ്റ്ററിൻ്റെ കല്യാണത്തിന് വാങ്ങിയ ഇയറിങ് ആണ്. അപ്പം ഞാൻ ക്യാരിങ് ആയിരുന്നു, റൈന പ്രഗ്നൻ്റ് ആയിരുന്നു. സോ ഇതുപോലെ ഈ ഒരു കളറിലായിരുന്നു അന്ന് സൽവാർ ഇട്ടത്. അപ്പോൾ അതിൻ്റെ മാച്ചിങ് ആയിട്ടുള്ള ഒരു ഇതിൻ്റെ കൂടെ തന്നെ പെൻഡൻറ്റും ഉണ്ട്, ഞാൻ കാണിച്ചു തരാം. പിന്നെ ഇതൊരു പേളും ഒരു ഗോൾഡൻ ഓക്സിഡൈസ്ഡ് മെറ്റലും. പേൾ പൊതുവെ എല്ലാവർക്കും ചേരുന്ന ഒരു ഇതാണ് ഓർണമെൻറ്റ്സിൽ. ഇതൊരു പേളിൻ്റെ 7 പേൾസ് ഉള്ള ഇതിൻ്റെ കൂടെ മാച്ചിങ് ആയിട്ടൊരു മാലയുമുണ്ട്. ഇത് ചുമ്മാ വാങ്ങിയതാണ്, റാൻഡമായിട്ട് വാങ്ങിയത്. ഇതും സാരീസിൻ്റെ കൂടെ ഒക്കെ നല്ല രസമാണ്. ഗ്രേ കളറിൽ ഒരു സ്റ്റോണുള്ള ഒരു ഹൂക്സ് ഉള്ള ഒരു ഇയറിങ് ആണ്. ഇത് എൻ്റെ സിസ്റ്ററിനുള്ള എനിക്ക് തന്നതാണെന്ന് തോന്നുന്നു, ദുബായിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ട് വന്നതാണിത്. ഗോൾഡൻ ആൻഡ് ബ്രൗൺ ബ്ലാക്ക് ഓക്സിഡൈസ്ഡ് മെറ്റലും പിന്നെ അകത്ത് ഒരു ബ്രൗൺ കളർ സാൻഡ് സ്റ്റോൺ ആണ്. നല്ല രസമാണ്. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ഇയറിങ് ആണ്. ഇങ്ങനത്തെ ഈ സാൻഡ് സ്റ്റോൺസ് ഓക്സിഡൈസ്ഡ് മെറ്റലൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. സോ ഇതൊരു ജിമിക്കി എനിക്ക് ഇടാൻ കോൺഫിഡൻസേ ഇല്ലായിരുന്നു ഈ ഇടയ്ക്ക് വരെ. കുറേ ജിമിക്കീസ് എൻ്റെ അടുത്തുണ്ട്, പക്ഷേ ഞാനങ്ങനെ ജിമിക്കി യൂസ് ചെയ്യാറില്ലായിരുന്നു. ഇത് എൻ്റെ സിസ്റ്ററിൻ്റെ മധുരം വെപ്പിൻ്റെ തലേദിവസം, ഇതൊക്കെ 2013 വാങ്ങിയ ഇയറിങ്സ് ആട്ടോ. അപ്പോൾ അതിൻ്റെ ആ സെറ്റ് മുണ്ടിൻ്റെ കൂടെ ഇട്ട ഒരു ജിമിക്കിയാണിത്. മറൂൺ സ്റ്റോൺസ് പിന്നെ നടുക്ക് ഒരു വൈറ്റ് സ്റ്റോൺ എല്ലാം കൂടി ഉള്ള ഒരു ഇയറിങ് ആണ്. ഗോൾഡൻ ഇതും നല്ലൊരു ജിമിക്കി. ഇച്ചിരി ഹെവിയാണ് ഇത്, നല്ല ഇച്ചിരി കോസ്റ്റ്ലിയും കൂടിയാണ്, പക്ഷെ നല്ലൊരു ജിമിക്കിയാണ്. സോ ഇതും ഒരു മെറ്റൽ ജിമിക്കിയാണ്. നല്ല പിങ്ക് സ്റ്റോൺസ് ഉള്ള പിന്നെ താഴെ ഇതുപോലെ കുറേ ഇതുള്ളത് ബീഡ്സ് പോലെയുള്ള നല്ല ഒരു ജിമിക്കിയാണ്. ഇത് ഓഫ് കോഴ്സ് ചുടിദാറിൻ്റെ കൂടെ ഇച്ചിരി ഗ്രാൻഡായിട്ടുള്ള ചുഡീസിൻ്റെ കൂടെ സാരിയുടെ കൂടെയൊക്കെ ഇടാൻ നല്ല രസമാണ്. ഓക്കെ, സോ ഇത് എൻ്റെ റീസെൻറ്റ് ഫേവററ്റ് ആണ്. ഓക്സിഡൈസ്ഡ് മെറ്റൽ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഓക്സിഡൈസ്ഡ് മെറ്റൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതിൻ്റെ കൂടെ ഈ സ്റ്റോണുള്ളൊരു ജിമിക്കയാണ്. ഇതും സാരീസിൻ്റെ കൂടെ സൽവാസിൻ്റെ കൂടെ ഡിസൈനർ വെയറിൻ്റെ കൂടെയൊക്കെ നല്ലതാണ്. ഇത് കാണാൻ തോന്നുന്നേ, നല്ലതല്ലേ. ഞങ്ങളിത് ഈ ഇടയ്ക്ക് ഇവിടെ ബ്രോഡ്വേ എന്ന് വാങ്ങിയതാണ് എറണാകുളത്ത്. സോ ഈ കമ്മൽ ആക്ച്വലി ഞാൻ ഇതുവരെ ഇട്ടിട്ടേ ഇല്ല, പക്ഷെ ഇതിൻ്റെ ഭയങ്കര ക്യൂട്ടല്ലേ ഈ ഡ്രോപ്സും ഈ വൈറ്റ് സ്റ്റോൺസും പേളും ഒക്കെ കണ്ടിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് ഞാൻ വാങ്ങിയതാണ്. പക്ഷെ ഇതുവരെ ഞാൻ ഇട്ടിട്ടേ ഇല്ല, കുന്നൂര് വെച്ച് വാങ്ങിയതാണ്. ഇത് ഡ്രസ്സസിൻ്റെ കൂടെയൊക്കെ ഇടാൻ നല്ല ഒരു ഇയറിങ് ആണ്. മോഡേൺ ഡ്രസ്സസിൻ്റെ കൂടെയൊക്കെ അല്ലെങ്കിൽ ടോപ്പിൻ്റെ കൂടെയൊക്കെ ഇടുന്നത് നല്ലതാണ്. പക്ഷെ ഞാൻ എന്തോ ഇത് ഇട്ടിട്ടേ ഇല്ല ഇതുവരെ. എനിക്ക് എൻ്റെ ഹസ്ബൻഡ് ഒരു 2008 ആ സമയത്തെല്ലാം കൊണ്ടുവന്ന 2009 or 10 കൊണ്ടുവന്നൊരു ഇയറിങ് ആണ്. ഇത് ഖത്തറിൽ നിന്ന് ആദ്യത്തെ പ്രാവശ്യം എൻ്റെ ഹസ്ബൻഡ് വന്നപ്പം കൊണ്ടുവന്ന് തന്ന ഒരു ഇയറിങ്. ഇതിൻ്റെ തന്നെ ഈ സ്റ്റോണ് ബ്ലാക്ക് കളറിലുള്ളതും ഉണ്ട്. അത് ഒരെണ്ണം കാണാതെ പോയി.
ഇതും ഞാൻ അധികം അങ്ങനെ ഇട്ടിട്ടൊന്നുമില്ല, 1-2 പ്രാവശ്യമൊക്കെ ഇട്ടിട്ടുള്ളൂ. സോ ഇത് ഒരു സാൻഡ് സ്റ്റോണിൻ്റെ ഒരു ഇയറിംഗ് ആണ്. ഒരുമാതിരി ഒരു പേർപ്പിൾ കളറും അതിൻ്റെ ലൈറ്റ് ഷെയ്ഡും വൈറ്റൊക്കെ ഉള്ള ഒരു ഹൂക്ക് അല്ലെങ്കിൽ ഹൂപ്സാന്ന് പറയുന്നുണ്ട് തോന്നുന്നു. ആ ഒരു ഇയറിംഗ് ആണ്. ഇതും നോർമൽ മോഡേൺ ഡ്രസ്സസ് കുട്ടീസിൻ്റെ കൂടെയൊക്കെ ഇടാൻ ഭയങ്കര നല്ലൊരു രസമുള്ള ഒരു ഇയറിംഗ് ആണ്. ഇതൊരു വൈൻ റെഡ് സ്റ്റോണും പിന്നെ ചുറ്റിൽ റെക്റ്റാങ്കിൾ ആയിട്ടുള്ള വൈറ്റ് സ്റ്റോൺസ് ഉള്ള ഒരു ഇയറിംഗ് ആണ്. അപ്പോൾ ഇതും ഞാൻ റയനെ പ്രഗ്നൻ്റ് ആയിട്ടിരുന്നപ്പോൾ 2013 ഖത്തറിൽ വാങ്ങിയ ഒരു ഇയറിംഗ് ആണ്. എനിക്കിത് ഭയങ്കര ഇഷ്ടമായി ഈ ഇയറിങ്ങും. ഒരു ബട്ടർഫ്ലൈ പോലെയുള്ള ഒരു ഇയറിംഗ്. ഈ ഇയറിങ്ങും എൻ്റെ ഹസ്ബൻഡ് ആദ്യമായിട്ട് എനിക്ക് വാങ്ങിച്ചു തന്ന ഒരു ഇയറിംഗ് ആണ്. 2005 വാങ്ങിച്ചു തന്ന ഒരു ഇയറിംഗ് ആണ്. ഇയറിംഗ് 14 years ആയിട്ട് ഇത് ഈ ഇയറിംഗ് എൻ്റെ കയ്യിലുണ്ട്. വൈറ്റ് സ്റ്റോൺസ് ഉള്ള ഒരു ഗോൾഡൻ റിങ്. ഇത് മറ്റേ നമ്മുടെ ഈ ഹൂക്കൊക്കെ ഇല്ലേ അതിൻ്റെ ഒരു ഷേപ്പിലുള്ള ഇതും താഴെ ഇങ്ങനെ ഒരു സർക്കിളും അതിലിങ്ങനെ കുഞ്ഞു കുഞ്ഞ് സ്റ്റോൺസ് വൈറ്റ് സ്റ്റോൺസ് ഉള്ള ഒരു ഇയറിംഗ് ആണ്. കുറേ കളേഴ്സിലൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പം കുറേ കാണാതെ പോയി. പിങ്ക്, ബ്ലാക്ക്, ഗ്രീന്, പേർപ്പിൾ അങ്ങനത്തെ കുറേ കളേഴ്സിൽ. ഇത് ബ്ലാക്ക് കളറ്. ഇതല്ലാതെ എൻ്റെ അടുത്തൊരു ഗ്രീനിൻ്റെയും കൂടെ ഉണ്ട്. ഇത് ആ ബ്ലാക്കിൻ്റെ തന്നെ വേറെ ഒരു കളറാണ്, ഒരു ഗ്രീൻ ഷേപ്പും താഴെ ഒരു വൈറ്റ് സ്റ്റോണുള്ള ഒരു സ്റ്റഡാണ്. ഭയങ്കര ക്യൂട്ടാണിത്. ചുമ്മാ റെഗുലർ യൂസിനൊക്കെ ഇടാവുന്ന ഒരു ഇയറിംഗ്. സിംഗിൾ സ്റ്റോൺസ് ഇയറിങ്സ് സ്റ്റഡ്സൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞാനിങ്ങനെ അതുപോലെ വൈറ്റ് സ്റ്റോൺസിൻ്റെ കുറേ ഷേപ്പിലും സൈസിലും ഒക്കെ ഇങ്ങനെ വാങ്ങിച്ച് വെക്കും. അപ്പോൾ ഇത് ഇച്ചിരി വലിയൊരു സ്റ്റോണിലൊരു സ്റ്റഡാണ്. നേരത്തെ കാണിച്ചതിൻ്റെ ഇച്ചിരി കൂടി ചെറിയൊരു സൈസാണിത്. സോ ജെ ടൈപ്പ് ഇയറിങ്സിനാണ് പറയുന്നത്. എനിക്ക് ഗിഫ്റ്റ് കിട്ടിയതാണ്. ഇതും ഭയങ്കര ക്യൂട്ടായിട്ടുള്ളൊരിതാണ്. ഇതിൻ്റെ കൂടെ തന്നെ ഒരു പെൻഡൻറ്റും ഉണ്ടോ, പെൻഡൻറ്റുള്ള ഒരു ചെയിനും കൂടെ ഉണ്ട്. സോ ഇതെനിക്ക് ഗിഫ്റ്റ് കിട്ടിയതാണ്. എൻ്റെ കസിൻ്റെ ഒരു ഫ്രണ്ട് ഗിഫ്റ്റ് തന്നതാണ്. സ്വറോസ്കി എന്ന് പറഞ്ഞിട്ട് സ്വറോസ്കി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്രാൻഡിൻ്റെ ഒരു കമ്മലാണ്. ഇതെൻ്റെ ഹസ്ബൻഡ് എനിക്ക് ഗിഫ്റ്റ് തന്നതാണ്. അഗൈൻ ഇതൊക്കെ കുറച്ച് റിങ്സ് ആണ്. പല പല സൈസിലും പല പല കളേഴ്സിലും മെറ്റൽസിലും ഒക്കെ പല സൈസിലുള്ള റിങ്സ് ആണ്. ഇതാ ഒരു ബ്ലാക്ക് മെറ്റലുള്ളൊരു റിങ്. പിന്നെ ഇത് ഇത് സൈഡ് റിങ് ആണ്, ഇയറിംഗ് ആണ്. ഞാനങ്ങ് അറിയാതെ വാങ്ങിച്ചു പോയി. പിന്നെ ഇതൊരു ഗോൾഡൻ കളറിലും പിന്നെ ഇതൊരു ചെറിയ വൈറ്റ് മെറ്റലിലുള്ള ഒരു ഇയറിംഗ്. So with this നമ്മുടെ ഇയറിംഗ് കളക്ഷൻ്റെ വീഡിയോ കംസ് ടു എൻ എൻഡ്. ഇഫ് യു ലൈക്ക് ദിസ് വീഡിയോ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. പിന്നെ ഞാൻ 2 വീഡിയോയിൽ സെലക്റ്റഡ് കമൻറ്റ്സ് വായിച്ചില്ല, ആസ് ഐ വാസ് ലൈക്ക് നോട്ട് വെൽ. അപ്പോൾ ഇത് ഡീപ്പ് ക്ലീനിങ് ബെഡ്റൂമിൻ്റെ വീഡിയോ ഒക്കെ ഉണ്ടായിരുന്ന കമൻറ്റ്സ് ആണ്. അംബിക Rao, I am not very keen in cleaning and organizing things. Every time I come across a cleaning related video, I skip it. This video is very good and as usual, I love your content. Thank you, Ambika. Love you. Shabna Nizam. നല്ല ഇൻസ്പിറേഷൻ തോന്നി വീഡിയോ കണ്ടിട്ട് ഇന്ന് തന്നെ ഡീപ്പ് ക്ലീൻ സ്റ്റാർട്ട് ചെയ്യാൻ നോക്കാം. ഹാർഡ് വർക്കർ ആണല്ലേ. ഗോഡ് ബ്ലെസ് യു ഡിയർ. ഹാർഡ് വർക്കർ ഒന്നല്ല കേട്ടോ, നല്ല മരിച്ചയാണ്. ഉരുളയ്ക്ക് ഉപ്പേരി അടിപൊളി, എനർജറ്റിക് മോം. താങ്ക് യു. സുപ്രിയ ആർ ഷനോയ്, വീണ്ടും ഞാൻ ഫസ്റ്റ്, ഇനി വീഡിയോ കാണട്ടെ. താങ്ക് യു ഡിയർ. അനീസ, സാരി ഉടുക്കണം വൺസ് ഇൻ എ വൈൽ കേട്ടോ. പൊക്കമൊന്നും വിഷയമാക്കണ്ട, ആളുകൾ പലതും പറയും. വിൽ ലവ് ടു സീ യു ഇൻ എ സാരി സോൺ. സോ ഞാനത് ഉറപ്പൊന്നും പറയുന്നില്ല. എപ്പോഴെങ്കിലും പറ്റുവാണെങ്കിൽ ഐ വിൽ ട്രൈ. പിന്നെ ഇത് ടൊമാറ്റോ പുലാവ് വീഡിയോൻ്റെ കമൻസ് ആണ്. ബീന ജിയോബി, ഷീ ഈസ് മൈ ക്ലാസ്മേറ്റ്, സ്കൂളിലെ ക്ലാസ്മേറ്റ് ആണ്. ഈവൻ ഐ യൂസ് ടു പ്രിപ്പയർ ദിസ് ഡിയർ. ഐ ആഡ് ക്യാരറ്റ് ആൻഡ് ബീൻസ് ടു. ബബ്ലി, ഈ തലശ്ശേരി വരാമോ? അപ്പം ഞങ്ങളുടെ ഒരു ഫ്രണ്ട്സ്, ഫാമിലി ഫ്രണ്ട്സ്, ബെസ്റ്റ് ഫ്രണ്ട്സ്, അവർ തലശ്ശേരിക്കാരാണ്. അവരിപ്പോൾ ഖത്തറില്ല. അപ്പോൾ ഒരു വെക്കേഷന് വരുമ്പോൾ ഞങ്ങൾ ഉറപ്പായിട്ടും വരാം. അപ്പം കാണാം ബബ്ലി. പിന്നെ പാർവതി സുകുമാർ, ഫസ്റ്റ് വ്യൂവർ. ശ്രുതി രാജൻ, ഹായ് ചേച്ചി, ഹോപ്പ് യു ആർ ഫൈൻ. വാവ്, നൈസ് റെസിപ്പി. ഐ പ്രിപ്പയർ ദിസ് വെൻ ദർ ഇസ് നോ വെജീസ് അവൈലബിൾ ആൻഡ് വെൻ ഐ വേക്ക് അപ്പ് ലേറ്റ്. Rajita K, I make this when all my veggies get over. Simple yet tasty. Yes, Appa, Shruti and Rajita,
താങ്ക് യു ആൻഡ് ഹായ്. അപ്പോൾ ഇത് വലിയ യൂസ്ഫുൾ ആയിട്ടുള്ള ഉണ്ടായിരുന്ന വീഡിയോ ഒന്നും അല്ല, ചുമ്മാ ഒരു വെറൈറ്റിക്കായിട്ട് ഈ വീഡിയോ ഉണ്ടാക്കിയതാണ്. സോ ഇഫ് യു ലൈക്ക് ദിസ് വീഡിയോ പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. താങ്ക് യു ഫോർ വാച്ചിങ് ഗൈസ്. ബൈ ബൈ. ലവ് യു ഓൾ. ബൈ.